ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലോഡർ ഫീച്ചേഴ്സ് ആണ്. മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലോഡർ ഫീച്ചേഴ്സ് രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്, രണ്ട് ലോഡർ ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറഞ്ഞാൽ മിനി ലിങ്കിങ് ലോഡേഴ്സും നമ്മുടെ പ്രോഗ്രാമിനൊപ്പം ലൈബ്രറീസും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാറുണ്ട്. ആ ലൈബ്രറിയിലുള്ള റൊട്ടൈൻസുകൾ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലോട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. സാധാരണയായി ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഓരോ ലോഡറിനൊപ്പം അവൈലബിൾ ആണ്. ഇനി നമുക്ക് ആ സ്റ്റാൻഡേർഡ് ലൈബ്രറി പോരാ, വേറെ അഡീഷണൽ ലൈബ്രറി വേണമെങ്കിൽ വി ക്യാൻ സ്പെസിഫൈ ഇറ്റ് ബൈ യൂസിങ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ബൈ പാരാമീറ്റേഴ്സ് ഇൻ ദി ലോഡർ. ഇതിന് ചില സിസ്റ്റങ്ങളിൽ പറയും ഓട്ടോമാറ്റിക് ലൈബ്രറി കോഡ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രോഗ്രാമുകളിൽ റീഡ്, റൈറ്റ് എന്നൊക്കെ പറയുന്ന ചില റൊട്ടൈൻസുകളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രോഗ്രാം എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈബ്രറി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കതിനെ റെഫർ ചെയ്താൽ മാത്രം മതി. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് മിക്ക ലോഡറിനൊപ്പം അവൈലബിൾ ആണ്. അത് പ്രോഗ്രാം കയറി ലോഡ് ആയിക്കോളും. അപ്പോൾ പ്രോഗ്രാമറിന് ജസ്റ്റ് അതിനുള്ള റൊട്ടൈനുകളെ എക്സ്റ്റേണൽ റെഫറൻസ് ആയിട്ട് റെഫർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ആ ലൈബ്രറി വേണ്ട, വേറെയും കുറേ അഡ്വാൻസ് ലൈബ്രറി വേണമെങ്കിൽ അതും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൺട്രോൾ ലാംഗ്വേജ് ലൈക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇനി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ലൈബ്രറി സെർച്ച് നടത്തി ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ റെഫർ ചെയ്യുന്ന എക്സ്റ്റേണൽ സിമ്പിൾസ് എങ്ങനെയാണ് ലിങ്കിങ് ലോഡർ എങ്ങനെയാണ് ചെയ്യുന്നത്? പാസ് വൺ ES ടാബിന് ഉള്ളിൽ നമ്മൾ റെഫർ ചെയ്യുന്ന സിമ്പിൾസുകളും അവരുടെ അഡ്രസ്സുകളും പാസ് വണ്ണിൻ്റെ എൻഡിൽ കിട്ടും. ബട്ട് ലൈബ്രറിയിൽ റെഫർ ചെയ്യുന്ന ഒരു ലേബൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ലൈബ്രറിയിൽ ഉള്ള ഏതെങ്കിലും സബ് റൊട്ടൈനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് എക്സ്റ്റേണൽ റെഫറൻസ് ആയിട്ട് നമ്മുടെ എസ് ടാബിൽ കാണും. ഓക്കെ, അത് അൺറിസോൾവ് ആയിട്ട് അറ്റ് ദി ടൈം ഓഫ് പാസ് വണ്ണിൽ നമുക്കത് അൺറിസോൾവ് ആയിട്ട് കാണും. കാരണം അവിടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രോഗ്രാമുകളുടെ റെഫറൻസ് എല്ലാം ലിങ്കിങ് ലോഡറിൻ്റെ പാസ് വണ്ണിൽ റിസോൾവ് ആവും. ബട്ട് നമ്മൾ ലൈബ്രറിയിൽ നിന്ന് റെഫർ ചെയ്യുന്നതാണെങ്കിൽ അത് അൺറിസോൾവ് ആയിട്ട് കിടക്കും. അപ്പോൾ ലോഡർ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലൈബ്രറിയിൽ പോയി സെർച്ച് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെഫിനിഷൻസ് കണ്ടെത്തിയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. ഇതാണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. ലൈബ്രറിക്കുള്ളിലുള്ള സബ് റൊട്ടൈൻസ് നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ എക്സ്റ്റേണൽ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കണം. അതുമല്ല, ആ റെഫർ ചെയ്ത സിമ്പിൾ സാധാരണയായിട്ട് ലിങ്കിങ് ലോഡറിൻ്റെ പാസ് വണ്ണിൽ ഈ എല്ലാ റെഫറൻസും സാധാരണ റിസോൾവ് ആവും. ബട്ട് ലൈബ്രറിനുള്ളിലുള്ളത് റിസോൾവ് ആവില്ല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്? ലോഡർ ലൈബ്രറി റൊട്ടൈനുകളിൽ പോയി സെർച്ച് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ആ റെഫർ ചെയ്ത ലൈബ്രറിക്കുള്ളിൽ വീണ്ടും ആ പ്രോഗ്രാം എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് വീണ്ടും എന്തുണ്ടാവും? റെഫറൻസ് ഉണ്ട് എങ്കിൽ വി വാണ്ട് ടു റിപ്പീറ്റ് ലൈബ്രറി സെർച്ച് പ്രോസസ് എഗെയിൻ ആൻഡ് എഗെയിൻ അണ്ടിൽ ദോസ് റെഫറൻസസ് ആർ റിസോൾവ്ഡ്. ഒന്നുകൂടെ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലൈബ്രറിയിലുള്ള ഏതെങ്കിലും റൊട്ടൈനുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ആ സിമ്പിളുകൾ നമ്മുടെ പ്രോഗ്രാമിൽ കാണുമല്ലോ. അപ്പോൾ അത് ഒരു എക്സ്റ്റേണൽ സിമ്പിളായിട്ട് അൺറിസോൾവ്ഡ് ആയിട്ട് നമ്മുടെ എസ് ടാബിൽ കാണും. കാരണം ലിങ്കിങ് ലോഡറിൻ്റെ പാസ് വണ്ണിൽ ആ പ്രോഗ്രാമുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്റ്റേണൽ റെഫറൻസുകൾ അവിടെ സോൾവ് ആവും. പക്ഷെ ലൈബ്രറിയിലുള്ളത് നമുക്ക് റിസോൾവ് ആക്കാൻ പറ്റാതെ അത് അൺറിസോൾവ്ഡ് ആയിട്ട് എസ് ടാബിൽ കാണും. പിന്നെ ലോഡർ എന്താ ചെയ്യുന്നത്? ആ ലൈബ്രറി സെർച്ച് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ ലൈബ്രറിക്കുള്ളിൽ പോയി സെർച്ച് ചെയ്ത് ആ ഡെഫിനിഷൻ കണ്ടെത്തും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. അങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ലൈബ്രറിയിലുള്ള റൊട്ടൈൻസ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ലോഡറിൻ്റെ ഇൻപുട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി സാധാരണയായിട്ട് ഈ ലൈബ്രറിയിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ അസംബിൾഡ് അല്ലെങ്കിൽ കമ്പൈൽഡ് വേർഷൻസ് ഓഫ് പ്രോഗ്രാം ആയിട്ടായിരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്തെന്ന് വെച്ചാൽ ഈ ലൈബ്രറി ഡിഫൈൻ ചെയ്ത റൊട്ടൈനുകൾ ഏതാണ്, അവയുടെ അഡ്രസ്സുകൾ ഏതാണ് എന്ന് നമ്മളൊരു ഡയറക്ടറി ആയിട്ട് കീപ്പ് ചെയ്യും. ഓക്കെ, മിക്ക ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇങ്ങനെയുള്ള ലൈബ്രറീസ് പെർമനൻ്റ് ആയിട്ട് മെമ്മറിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമർക്ക് വേണമെങ്കിൽ നമ്മുടെ ഓൺ ലൈബ്രറീസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതാനും പറ്റും. പ്രോഗ്രാമർക്ക് സ്റ്റാൻഡേർഡ് സബ് റൊട്ടൈനിനെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ എനിക്ക് റീഡ് എന്ന് പറയുന്ന സബ് റൊട്ടൈൻസ് സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ ഈ ലോഡറിനൊപ്പം ഇൻപുട്ട് ആയിട്ടുണ്ട്.
അപ്പോൾ അതിനുള്ളിൽ ഒരു റീഡ് ഉണ്ട്. എനിക്ക് ആ റീഡ് മാറ്റിയിട്ട് എൻ്റെതായ ഒരു റീഡ് എഴുതണമെങ്കിൽ സാധാരണയായിട്ട് എല്ലാ ലിങ്കിങ് ലോഡേഴ്സിനും ആദ്യം അവരവരുടെ റൊട്ടേൻസിലുള്ള ലൈബ്രറിയിൽ സോൾവ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡിൽ പോകുള്ളൂ. അപ്പോൾ ആദ്യം നമ്മുടെ യൂസർ ഡിഫൈൻഡ് ലൈബ്രറീസിൽ ഈ എക്സ്റ്റേണൽ റെഫറൻസ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അവിടെ വെച്ച് സോൾവ് ആവും. അപ്പോൾ സ്റ്റാൻഡേർഡ് റൊട്ടൈനിലോട്ട് പോകും. ആദ്യം നമ്മുടെ പ്രോഗ്രാമിലുള്ള റെഫറൻസുകളെല്ലാം സോൾവ് ചെയ്തിട്ട് പിന്നെ ലൈബ്രറി റൊട്ടൈൻസിൽ വല്ലതും അൺറിസോൾവ് വല്ലതും ഉണ്ടെങ്കിൽ അത് ലൈബ്രറി റൊട്ടൈൻസുകൾ പോയി സെർച്ച് ചെയ്യും. ഓക്കെ, ലൈബ്രറീസ് കോമൺലി അസംബിൾഡ് ഓർ കമ്പൈൽഡ് വേർഷൻസ് ഓഫ് ദി സബ് റൊട്ടൈൻസ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈബ്രറി നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഓരോ ലൈബ്രറിയിലും പോയി സെർച്ച് ചെയ്ത് അതിൻ്റെ അഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി ഒരു ഡയറക്ടർ കീപ്പ് ചെയ്യും. എല്ലാ ലൈബ്രറിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ആ ലൈബ്രറിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ സബ് റൊട്ടൈനുകളും അവയുടെ അഡ്രസ്സുകളും കീപ്പ് ചെയ്യുന്ന ഒരു ഡയറക്ടറി കീപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഡയറക്ടറി എന്തായിട്ട് കീപ്പ് ചെയ്യും? പെർമനൻ്റ് ആയിട്ട് മെമ്മറിയിൽ കീപ്പ് ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. ഇതാണ് ഒന്നാമത്തെ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സ്. അടുത്തത് ലോഡർ ഓപ്ഷൻസ്. ലോഡർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസറിന് നമുക്ക് ലോഡറിന് നടത്തേണ്ട പ്രോസസ്സൊക്കെ മാറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കമാൻഡ് ലാംഗ്വേജ് നമുക്കൊരു സെപ്പറേറ്റ് ഇൻപുട്ട് ഫയലായിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സോഴ്സ് പ്രോഗ്രാമിനുള്ളിൽ കമാൻഡ് ലാംഗ്വേജ് എഴുതി കൊടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ഡീപ്പായി പറയുകയാണെങ്കിൽ ോട്ട് പോവാം. ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിന് ഒരു സബ് റൊട്ടൈൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ഏത് സബ് റൊട്ടൈൻ ആണോ ആ സബ് റൊട്ടൈൻ നെയിം, ഏത് ലൈബ്രറിയിൽ നിന്നാണോ ആ ലൈബ്രറി നെയിം, ഇങ്ങനെ നമുക്ക് ലോഡറിൻ്റെ ഇൻപുട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കൊരു പർട്ടിക്കുലർ കൺട്രോൾ സെക്ഷൻ ഡിലീറ്റ് ചെയ്യണം, പർട്ടിക്കുലർ എക്സ്റ്റേണൽ സിമ്പിൾ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിലീറ്റ് ആ റെഫറൻസ് സിമ്പിൾ അല്ലെങ്കിൽ ഡിലീറ്റ് ദാറ്റ് കൺട്രോൾ സെക്ഷൻ നെയിം, അതും അലൗഡ് ആണ്. ഇനി എനിക്കൊരു സിമ്പിളിൻ്റെ നെയിം വേറെ ഒരു സിമ്പിളാക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ട് ചേഞ്ച് എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത്. അതായത് ലോഡറിൻ്റെ നോർമൽ ഫ്ലോനെ മാറ്റിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കുറേ കമാൻഡ് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഈ യൂട്ട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറിയിൽ നിന്ന് എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? റീഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് തന്നെ റൈറ്റും എടുത്തു. എന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ റീഡ് റെക്ക് എന്ന ഒരു കൺട്രോൾ സെക്ഷനും റൈറ്റ് റെക്ക് എന്ന കൺട്രോൾ സെക്ഷനും ഉണ്ടായിരുന്നു. ഈ സബ് റൊട്ടൈനുകളെ രണ്ടിനെയും ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ പ്രോഗ്രാമിൽ റീഡ് റെക്ക് എവിടെയൊക്കെ കാണുന്നുണ്ടോ അവിടെയൊക്കെ റീഡ് എന്നാക്കി ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി റൈറ്റ് റെക്ക് എവിടെയൊക്കെ കാണുന്നുണ്ടോ അവിടെയൊക്കെ റൈറ്റ് എന്നാക്കിയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലൈബ്രറിയുടെ പേര് കൊടുക്കുക. ലൈബ്രറിയുടെ പേര് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ലൈബ്രറിക്കുള്ളിലെ റൊട്ടൈനുകൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ പോയിട്ട് ലോഡർ സെർച്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ലൈബ്രറിയിൽ കുറേ സബ് റൊട്ടൈൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ റെഫറൻസുകളൊക്കെ ഇതാണ്: സ്റ്റാൻഡേർഡ് ഡെവ്, പ്ലോട്ട്, കോറിലേഷൻ. ഇതൊന്നും എനിക്കിപ്പോൾ വേണ്ട, കറണ്ട് പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ട എങ്കിൽ നോ കോൾ ആ സബ് റൊട്ടൈനുകളുടെ പേര് 1 by 1 ആയിട്ട് കൊടുക്കണം. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതും പ്ലോട്ട് ചെയ്യുന്നതും കോറിലേഷൻ കണ്ടുപിടിക്കുന്നതും ഒന്നും ഇവിടെ ഉപയോഗിക്കേണ്ട എന്ന് ലോഡറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് നോ കോൾ. ഓക്കെ, ഇത് കൂടാതെ ഓപ്ഷൻസ്, അതായത് നമ്പർ ഓഫ് ലോഡർ ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഒന്ന്, നമുക്ക് ലോഡറിൻ്റെ ഔട്ട്പുട്ട് കാണാം. ലോഡ് മാപ്പ് കാണണം, അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
ഇനി അതിനുള്ള കമാൻഡ് ലാംഗ്വേജ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എവിടം മുതൽ എവിടം വരെ ലോഡറിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ ഒരു എറർ ഉണ്ടായി കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകണോ വേണ്ടിയോ, ഇങ്ങനെയുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും കൊടുക്കാൻ ലോഡറിന് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുക്കാനുള്ള കമാൻഡ് ലാംഗ്വേജ് അവൈലബിൾ ആണ്. ദെൻ ഇത്രയുമാണ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ചും ലോഡർ ഓപ്ഷൻസും. ഓക്കെ.